ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര ഇംഗ്ലണ്ടുമായിട്ടാണ്. സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ വന്നിരിക്കുകയാണ്. 5 T20ആണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. പഴയ താരങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ടീമിൽ കളിക്കാരെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. സഞ്ജു തിലക് ഫോം ആയതുകൊണ്ട് അവരെയും മാറ്റാൻ സാധിക്കില്ല. അപ്പോൾ ഇംഗ്ലണ്ട് T20ക്കുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന് ഇപ്പോൾ ഒരു ലോഡ് അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം ഗംഭീർ തന്നെയാണ്. സഞ്ജു ഓപ്പണിംഗിൽ 3 സെഞ്ചുറി നേടിയപ്പോൾ സഞ്ജുവിനെ T20 ടീമിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ ശുഭ്മാൻ ഗില്ല്, ജയ്സ്വാൾ, ഋതുരാജ് ഈ 3 താരങ്ങളും തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുപോലെ ഋഷഭ് പന്തും T20യിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരെയായിരിക്കും ഇന്ത്യ കളിപ്പിക്കുക എന്നാണ് സംശയം. വരാൻ പോകുന്ന ഇംഗ്ലണ്ട് T20യിൽ ഇവരെല്ലാവരും ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരിക്കും. ഓപ്പണിംഗ് സ്ഥാനത്തിന് വേണ്ടി വലിയ തല്ലുകൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഗംഭീർ സഞ്ജുവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സഞ്ജു ആയിരിക്കും ഓപ്പണിംഗിൽ വരുന്നത്. ഒരുപക്ഷെ സഞ്ജുവും ജയ്സ്വാളും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ശുഭ്മാൻ ഗില്ലിനെ എവിടെ കളിപ്പിക്കും? അതുപോലെ ഋതുരാജിനെയും പുറത്തിരുത്തേണ്ടി വരും. 3-ാം നമ്പറിൽ തിലക് വർമ്മയെ മാറ്റാൻ സാധ്യതയില്ല. അതുപോലെ 4-ാം നമ്പറിൽ സൂര്യയും കളിക്കും. ഇങ്ങനെ വരുമ്പോൾ ഗില്ലും ഋതുരാജും പുറത്തിരിക്കേണ്ടി വരും. 5 T20 ആയതുകൊണ്ട് ഓരോ മാച്ചിലും വെവ്വേറെ കളിക്കാരെയായിരിക്കും ഇറക്കാൻ പോകുന്നത്. ഇനി ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, ഹർഷദീപ് സിംഗ്, ഉമ്രാൻ മാലിക്, നിതീഷ് റെഡ്ഡി, ആവേശ് ഖാൻ തുടങ്ങിയ താരങ്ങളും ടീമിലുണ്ടായിരിക്കും. മുഴുവനായിട്ടും യുവതാരങ്ങളായിരിക്കും T20 ടീമിൽ ഉണ്ടാവുന്നത്. ഋഷഭ് പന്തിനെ ഇനി T20 ടീമിൽ ഉൾപ്പെടുത്തുമോ എന്നത് സംശയമാണ്. പന്തില്ലെങ്കിൽ മെയിൻ കീപ്പറായിട്ട് സഞ്ജു ഉണ്ടായിരിക്കും. ബാക്കപ്പ് കീപ്പറായിട്ട് ഇഷാൻ അല്ലെങ്കിൽ ജിതേഷ് ശർമ്മയായിരിക്കും ടീമിലുണ്ടാവുന്നത്. ജനുവരി 22-നാണ് ആദ്യ T20. ഇനി സഞ്ജുവിൻ്റെ അടുത്ത അംഗം ഇംഗ്ലണ്ടുമായിട്ടായിരിക്കും. സഞ്ജു എന്തായാലും സെഞ്ചുറി അടിക്കുമെന്നത് ഉറപ്പാണ്. ഇംഗ്ലണ്ട് നിസ്സാരക്കാരല്ല. ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.